നിറം എന്ന സിനിമയാണ് എന്നെ ഞാനാക്കിയത്. ഇപ്പം എവിടെ ചെന്നാലും പ്രായം തമ്മിൽ മോഹൻ നൽകി ആ പാട്ട് പാടിയാണ് എല്ലാവരും. പ്രകാശ് മാത്യു എന്ന ക്യാരക്ടറാണ്. അതിന് ഞാൻ എപ്പോഴും മേരി ആവാസുനോയില് സത്യത്തിൽ എന്താണ് ഈ മേരി ആവാസുനോ? മേരി ആവാസുനോ എന്ന് പറഞ്ഞ ഒരു മ്യൂസിക്കൽ പ്രോഗ്രാമാണ്. റിയാലിറ്റി ഷോ ആണ്. അതിലെ ഒരു പാർട്ടിസിപ്പന്റ് ആയിരുന്നു. പ്രൈസ് വിന്നറായി. ശരി, ഓക്കെ ഓക്കെ. അത് തന്നെ. ചേട്ടന് ഓർമ്മയില്ല ഇതൊന്നും, ഞങ്ങൾ ഇപ്പോഴും കൂടി ഇരുന്ന് കണ്ടിട്ടാവുന്നത്. അത് ശരിയാണ്. അങ്ങനെ ആ പാട്ടൊക്കെ ഇപ്പോഴും കേൾക്കുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ തന്നെ ഇരുന്ന് ചേട്ടൻ ഇങ്ങനെ നടക്കുമ്പോ ഒക്കെ പാടിക്കൊണ്ട് നടക്കാറുണ്ടോ? പ്രായം തമ്മിൽ മോഹൻ നൽകിയെന്ന് പറഞ്ഞു പാടിക്കൊണ്ട് നടക്കാറുണ്ടോ? ഞാൻ അധികം പാട്ട് പാടാതെ ആൾക്കാർ പാടുന്നുണ്ട്. അങ്ങനെ വലിയ പാട്ടുകാരൻ സോങ് അല്ലേ? തീർച്ചയായിട്ടും ഏത് സമയത്തും ഇപ്പോഴും അതിന് ഒത്തിരി ആരാധകരുണ്ട്. അതിന്റെ 20 വർഷം ആഘോഷിച്ചപ്പം ഒരു കോളേജിൽ ആ പാട്ടൊക്കെ ഭയങ്കര അടിച്ചു തകർത്ത് പാടിയ സംഭവം യൂട്യൂബിലൊക്കെ അയച്ചിരുന്നു. ഇപ്പോഴും എന്താ പറയാ, അതുകൊണ്ട് ചേട്ടനൊരു ഗുണം എന്താ ഉണ്ടായെന്നറിയോ? എപ്പോഴും എവർഗ്രീൻ ആയിട്ട് ചേട്ടനും ഇങ്ങനെ ഇരിക്കുക. നമുക്ക് ബോബൻ ആലമുടൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു മുഖം മാത്രമേ ഓർമ്മയുള്ളൂ. കാര്യം സീരിയലിലെ മുഖങ്ങളിലേക്കൊന്നും അങ്ങ് വരുന്നത് അങ്ങ് ഉറപ്പിക്കാൻ പറ്റുന്നില്ല. സീരിയൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമല്ലോ പല കഥാപാത്രം. സിനിമ എന്ന് പറഞ്ഞാൽ അതല്ലോ, ഒരു നല്ലൊരു കഥാപാത്രം ചെയ്ത് ക്ലിക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ അത് ഓർത്തിരിക്കും. സിനിമയിൽ നിന്ന് സീരിയലിലേക്ക് പോകുമ്പോഴത്തേക്കും എപ്പോഴെങ്കിലും തോന്നിയായിരുന്നോ വേണ്ടായിരുന്നോ? ഒരിക്കലും സീരിയലും എനിക്ക് ഒത്തിരി സന്തോഷം നൽകിയ സംഭവം തന്നെയാണ്. ഞാൻ ഒന്നിനു വേണ്ടി കാത്തിരുന്നില്ല. സിനിമയില്ലാത്ത സീരിയൽ ചെയ്തു, സീരിയലിന്റെ ഇടയ്ക്ക് സിനിമ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ പോകുന്നത് അതിൽ സന്തോഷം തന്നെ. നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോഴാണല്ലോ നമുക്ക് വിഷമം ഉണ്ടാകുന്നത്. ഇത് എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ശരിക്കും ഞാൻ ഇന്നിങ്ങനെ ആലോചിക്കായിരുന്നു, ചേട്ടന്റെ കുട്ടികളൊക്കെ വലുതായി തുടങ്ങി അവരിപ്പോ ഇടയ്ക്ക് ഇനിയിപ്പോ അവരുടെ കോളേജിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇതേ പാട്ടൊക്കെ തന്നെ കേൾക്കുമായിരിക്കും. അത് കേൾക്കും. ആ പാട്ട് അങ്ങനെയാണ്. അത് ഒത്തിരി നാളെ നിൽക്കുന്ന ഒരു പാട്ട് തന്നെയാണ്. അമ്മമാർക്ക് ചേട്ടനെ ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് സീരിയൽ ക്യാരക്ടർ ആയിട്ടാണോ അതോ? കൂടുതലും എല്ലാവരും പറയുന്നത് നിറം അതുപോലുള്ള സിനിമകളിലെ കല്യാണരാമല് അതുപോലുള്ള വേഷങ്ങളെ പറ്റി പറയുന്നത്. പിന്നെ ഒത്തിരി കുടുംബങ്ങളിൽ ചെല്ലുമ്പോൾ അമ്മച്ചിമാര് പറയാറുണ്ട് മറ്റേ മഹാദേവന്, മറ്റേ സീരിയൽ ആ കഥാപാത്രം, അങ്ങനെ സീരിയലും ഒത്തിരി പേര് പറയാറുണ്ട്. നമ്മുടെ കഥാപാത്രങ്ങളെ പറ്റി പറയാറുണ്ട്. സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. ഈ സീരിയലിലെ പക്ഷേ അങ്ങനെ ഒരു ഭയങ്കര നെഗറ്റീവ് റോളിലേക്കൊന്നും ചേട്ടന് പോകാറില്ലല്ലേ? നെഗറ്റീവ് ഇപ്പൊ എപ്പോഴും ഒരു നല്ലൊരു കുടുംബനാഥൻ, നല്ല അച്ഛന്, നല്ല ഭർത്താവ്, അങ്ങനെയൊക്കെയാണ് കൂടുതലും. ചേട്ടനെ കാണുമ്പോ തന്നെ അങ്ങനെ തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് നല്ല അച്ഛനും നല്ല ഭർത്താവൊക്കെ ആയിട്ട് ഇരുത്താൻ പറ്റുള്ളൂ. ഒരു വില്ലൻ ഞാനിപ്പം സ്വന്തം സുജാത എന്ന ഫീൽ ചെയ്യുന്നത്. അതിനകത്തൊരു നെഗറ്റീവ് വേഷമാണ്, വില്ലൻ ടൈപ്പ്. പക്ഷെ നല്ലവനാന്ന് പറയുന്നു. ഇപ്പം ഒരു വില്ലൻ ഛായയിലാണ് അത് പോകുന്നത്. നമ്മുടെ ജീവിതം എങ്ങോട്ടൊക്കെയാ പോകുന്നത് നമുക്ക് തന്നെ അറിയില്ല എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ സീരിയൽ എങ്ങോട്ടൊക്കെയാ പോകുന്നത് നമുക്ക് തന്നെ പറയാൻ. തീർച്ചയായിട്ടും സീരിയലല്ലേ, സീരിയൽ ഇപ്പം ഇന്നിപ്പം നല്ല കുടുംബനാഥനായിരിക്കും, നാളെ എന്താവും എന്ന് പറയാൻ പറ്റത്തില്ല. അതാണല്ലോ സീരിയൽ എന്ന് പറയുന്നത്. സീരിയലിനൊക്കെ വേണ്ടിയിട്ട് ഒത്തിരി ദിവസം വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോഴത്തേക്കും അവരെ മിസ് ചെയ്യാറുണ്ടോ? ഇല്ല, നമ്മുടെ തൊഴിലിന്റെ ഭാഗമല്ല, അങ്ങനെ മിസ് ചെയ്യാൻ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പം ഫോൺ വിളി എല്ലാം ഉണ്ടല്ലോ. പഴയ കാലം, ഇവിടെ ഫാദറിന്റെ കാലം പോലെ അല്ലല്ലോ. ഫാദറിന്റെ കാലത്തൊക്കെ അവർ ഒത്തിരി ഇപ്പോഴാണ് ഒത്തിരി മിസ് ചെയ്തിട്ടുണ്ട് നമുക്ക് തോന്നുന്നത്.